കാണുന്നുണ്ടോ? കിട്ടിയാ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ സബ്സ്റ്റൻസിൻ്റെ? ഇങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സബ്സ്റ്റൻസ് പെയിൻറ്റർ പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഫോട്ടോഷോപ്പ് പോലെ തന്നെ, പക്ഷേ കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. കാരണം എല്ലാ കുട്ടികളും എല്ലാം ആർട്ടിസ്റ്റും 3D മോഡൽ ചെയ്യുന്നവർക്ക് ഈ പെയിൻറ്റിങ് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നല്ല ഒരു മോഡലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അവർക്ക് പെയിൻറ്റിങ് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തൊട്ട് പഠിക്കുന്ന ശേഷം തന്നെ അവർ പെയിൻറ്റിങ്ങും സ്കെച്ച് കാര്യങ്ങളും ഈ കളർ കോമ്പിനേഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഒരു പ്രൊഡക്ഷൻ വേണ്ടി ഒരു അപ്ഡേറ്റഡ് വെർഷൻ പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഈസിയാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസ് പെയിൻറ്റർ, ആ വേർഡ് തന്നെ പറയുന്നത് സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയൽ. സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഹലോ, തിരിച്ച് പറയണല്ലേ ചോദിച്ചാലേ. സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്താ? അതൊരു ഇറ്റ്സ് എ മെറ്റീരിയൽ, ഒരു സബ്സ്റ്റൻസ്, ഒരു ബർഗർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, ഒരു ഹെൽമറ്റ്, ഒരു ഗൺ. അപ്പോൾ ആ സബ്സ്റ്റൻസിൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് സബ്സ്റ്റൻസ് പെയിൻറ്റർ. ഓക്കെ, സോ ഇത് വെൽക്കം സ്ക്രീൻ, ഇങ്ങനെ വെൽക്കം സ്ക്രീൻ വരും. സ്റ്റാർട്ട് പെയിൻറ്റിംഗ് ഉണ്ട്, പിന്നെ ഓൺലൈൻ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്. സബ്സ്റ്റൻസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാം എന്താ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, ഈ പ്രൊഡക്ഷനിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. മായാവും സബ്സ്റ്റൻസും ഒരുമിച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഗുണം എന്താണ് പഠിക്കാം. പിന്നെ കുറേ ഫോംസും ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റാർട്ട് പെയിൻറ്റിൽ കയറാം. സ്റ്റാർട്ട് പെയിൻറ്റ് കയറിയ ശേഷം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഡമ്മി ക്യാരക്ടർ വരും. ഇതൊരു ജസ്റ്റ് ഒരു ഡമ്മി ക്യാരക്ടർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. നമ്മളുടെ സബ്സ്റ്റൻസ് പെയിൻറ്റിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ തന്നെ. ഇതിലും കുറേ ലെയേഴ്സ് ഉണ്ടാവും, കണ്ട? ഇതിലും ലെയേഴ്സ്, ഫോട്ടോഷോപ്പ് പോലെ ലെയേഴ്സ് ഉണ്ട്, പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, ഷെയ്ഡ് ഉണ്ട്, പിന്നെ ടെക്സ്ചർ സെറ്റ് ഉണ്ട്, ഷേഡർ സെറ്റിങ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്, ഡിസ്പ്ലേ സെറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കണം. ഒരു ഫണ്ടമെൻ്റൽ ബേസിക്കായിട്ട് നമുക്ക് തുടങ്ങുന്ന ശേഷം ഇത് എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം, ഈ യൂസർ ഫേസിൻ്റെ എങ്ങനെ ഏത് സംഭവങ്ങളുണ്ട്, അതുപോലെ നമുക്കൊന്ന് നോക്കാം ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മൗസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൂം ഇൻ സൂം ഔട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് വ്യൂ ഉണ്ട്. ഒരെണ്ണം ഒരു ക്യാരക്ടർ, പിന്നെ ഇപ്പുറത്തുള്ളത് ഈ ക്യാരക്ടറിൻ്റെ UV ആണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും പറഞ്ഞാൽ, ഇവിടെ കണ്ട താഴെ UV. അപ്പോൾ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഇത് 2 ഡൈമെൻഷനൽ, ഇത് പറഞ്ഞാൽ 2 ഡൈമെൻഷനൽ, ഇത് 3 ഡൈമെൻഷനൽ. എന്നിട്ട് പറഞ്ഞാൽ ഇവിടെ സെഡും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മായ പോലെ തന്നെ ആൾട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ കണ്ട അതിൻ്റെ എല്ലാം ആംഗിളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് സ്ക്രോൾ ചെയ്തിട്ട് ചെയ്യാം. സോ നമുക്കൊരു പെയിൻറ്റിങ് ചെയ്യണം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാം, കണ്ട? അപ്പോൾ നിങ്ങൾ ചെയ്ത മോഡൽ ഒരു ക്യാരക്ടറോ അല്ല ഒരു കാറോ അല്ല ബസ്സോ അല്ല ഒരു ഗണ്ണോ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഒരു ഫേസ് മോഡലിങ്ങോ, അതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഡീഫോൾട്ട് ഡെമോ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം കുറേ ടൂൾസ് ഉണ്ട്, സൈഡിലെ ടൂൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബേക്കറി പോയിട്ടുണ്ടോ? ബേക്കറി ഷോപ്പ്, ബേക്കറിയിൽ പോയി കഴിച്ചിട്ടുണ്ടോ? ബണ്ണ്, അതുപോലെ ബർഗർ, അതുപോലെ കഴിച്ചിട്ടുണ്ടോ? ബേക്കറി പറഞ്ഞാൽ എന്താ? ബേക്കറി ഐറ്റം പറഞ്ഞാൽ എന്താ മോനെ? ഹലോ, വെരി ഗുഡ്. അപ്പോൾ അത് ആദ്യം എങ്ങനെ ഉണ്ടാവും? ആദ്യം അത് ഒരു മാവ് അല്ലേ, മാവ് ഒരു ആട്ട അല്ലെങ്കിൽ ഒരു മാവ്. അത് എവിടെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ബർഗറായിട്ട് കിട്ടും? ഓവനിൽ വെക്കണം അല്ലേ? അപ്പോൾ ഈ ഓവനിൽ വെക്കുന്ന പ്രോസസ്സ് പേര് എന്താണ്? കുറച്ച് ടെക്നിക്കലായിട്ട് പറ. വെരി ഗുഡ്. ആര് പറഞ്ഞ്?
ശ്രീകാന്താ, അപ്പോൾ എല്ലാം ഒരു കയ്യടി കുടിക്കുക. കൊടുത്താ? ആ അതെ. അപ്പോൾ ബേക്കിംഗ് ആണ് നമുക്ക് പ്രോസസ്സ്. എവിടെ ബേക്കിംഗ് ചെയ്യണം പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ബേക്കിംഗ് ഉണ്ട്, ബേക്കിംഗ് കേട്ടോ. സോ നമുക്ക് താഴെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, ഇത്ര സെറ്റിങ്സ് ഉണ്ട്. സോ ആദ്യം നമുക്ക് എന്ത് ഒരു മായാലെന്ന് ഇവിടെ നമുക്ക് എന്ത് ക്യാരക്ടർ ഇമ്പോർട്ട് ചെയ്താലും ആദ്യം എന്താ ചെയ്യണം? വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ എല്ലാം ഉറങ്ങിയ? ഹലോ, എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ചെയ്യണം ഇവിടെ വന്നിട്ട്? ബേക്കല്ലേ, ബേക്ക് ചെയ്യണം, ബേക്കിംഗ്. അപ്പോൾ ഗോ ടു ദ എഡിറ്റ്. ഇവിടെ കണ്ട ബേക്ക് മെഷ് മാപ്പ്, ബേക്ക്. അപ്പോൾ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ബി സെറ്റിങ്സ് എടുക്കുക. കണ്ട ഇങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബേക്ക് പ്രോസസ്സാണ് ചെയ്യണം. അപ്പോൾ ബേക്കിംഗ് ഒരു ഹെഡിങ് വന്നിട്ടുണ്ട് ഇവിടെ, ബേക്കിംഗ്. അപ്പോൾ അതിൽ മെഷ് മാപ്പ് പറഞ്ഞാൽ UV. അപ്പോൾ നോർമൽ ഉണ്ട്, പിന്നെ വേൾഡ് സ്പേസ് നോർമൽ ഉണ്ട്, പിന്നെ ID ഉണ്ട്, ആംബിയൻറ്റ് ഒക്ലൂഷൻ ഉണ്ട്, കർവച്ചർ ഉണ്ട്, അപ്പോൾ ഓപ്പോസിഷൻ ഉണ്ട്, പിന്നെ തിക്നെസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് മായാലല്ല. ആണോ? സ്റ്റക്കായി പോയാ? ഒരു മിനിറ്റ്. അതാണ് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്കാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ ഇത് സ്റ്റോപ്പാക്കിയിട്ടേ ഉള്ള ഫുൾ എൻറ്റയർ സ്ക്രീന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വരും. കണ്ട ഇപ്പോൾ കിട്ടിയാ? നൗ ഓക്കെ, ഞാൻ ആദ്യം തൊട്ട് പറയാം. അപ്പോൾ നമ്മൾക്ക് മായാലെന്ന ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഒരു ഗണ്ണോ ഒരു ബൈക്കോ ഒരു വീടോ ഒരു മരം ഒരു ആപ്പിൾ ഒരു ബോട്ടിൽ ടേബിൾ എന്ത് നമ്മൾ മോഡൽ ചെയ്താലും ഇവിടെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന ശേഷം നമുക്ക് പെട്ടെന്ന് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതാണ് ഫോട്ടോഷോപ്പ്. അതല്ലാതെ നമുക്ക് ഇവിടെ ബേക്കിംഗ് ചെയ്യണം. ബേക്കിംഗ് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങിൽ കയറിയിട്ട് ബേക്ക് മെഷ് മാപ്പ് എന്നിട്ട് പറഞ്ഞാൽ ഷിഫ്റ്റ് കൺട്രോളും ബി, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ബി അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു പാനൽ നമുക്ക് കാണാം. ഇതിൻ്റെ സൈസ് നോക്കണം. ഇത് 2K ആണ്. 2K പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 2K എടുത്തിട്ട് പിന്നെ ഈ കോമണിലെ താഴെ നമുക്ക് ഒരുപാടുണ്ട്. നോർമലുണ്ട്, വേൾഡ് സ്പേസ് നോർമലുണ്ട്, പിന്നെ ID പറഞ്ഞിട്ട് ഒരു ID ഉണ്ട്, പിന്നെ ആംബിയൻറ്റ് അക്ലൂഷൻ അങ്ങനെ ഒരു ടെക്നിക്കൽ നെയിമുണ്ട്. ഈ കർവച്ചർ പറഞ്ഞിട്ട് വേറെ ഒരു മാപ്പുണ്ട്, പിന്നെ പൊസിഷൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, പിന്നെ തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര മാപ്പ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇത്ര കാര്യം നമുക്ക് കിട്ടും. വെറുതെ നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലെയറല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം സബ്സ്റ്റൻസ് പെയിൻറ്റർ മാപ്പ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ടൈപ്സ്, അപ്പോൾ 7-8 ടൈപ്സ് ഉണ്ട്. ദർ ആർ സോ മെനി ടൈപ്സ് ഉണ്ട്. കണ്ട? സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്. ഈ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ മാപ്പിംഗ് സെഷൻ. കണ്ട എത്ര ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റൻസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇതുണ്ട ആ സെയിം ക്യാരക്ടർ മെറ്റൽ എല്ലാം വെച്ചിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. കണ്ട? ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട സെയിം തന്നെ ഈ സെയിം തന്നെ അവിടെ ടെക്സ്ചർ എല്ലാം ചെയ്തിട്ട് ഒരു മെറ്റാലിക് റോബോട്ടിക് പോലെ ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ദാറ്റ് നമ്മൾ എന്ത് ചെയ്താലും ഈ സബ്സ്റ്റൻസ് പെയിൻറ്റഡ് വിൽ ഗെറ്റ് വൺ നൈസ് ഡീറ്റെയിലും പിന്നെ ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട? ഒരുപാട് ഇലക്ട്രിക്കൽസ് ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, ഗ്ലാസ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു സബ്സ്റ്റൻസ് മെറ്റീരിയലാണ്. ഡീറ്റെയിൽ ആയിട്ട് അവർ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്കും കൂടി നിങ്ങൾക്ക് അയച്ചു വെക്കാം. കാരണം ഇത് വളരെ നമ്മളുടെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. നമ്മളുടെ ക്രിയേറ്റീവ് മൈൻഡ് പോലെ പല ഒരുപാട് ആർട്ടിസ്റ്റും വലിയ ടീമുകളും ചെയ്തിരിക്കുന്ന ഇത് ഒരു വർക്കിൻ്റെ ഒരു ബ്രേക്കപ്പാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റെഫറൻസ് നമുക്ക് എടുത്തിട്ട് പഠിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചേക്കാം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ. പിന്നെ സമയം കിട്ടുമ്പോൾ അത് കയറി നോക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ എഡിറ്റിൽ കയറിയിട്ട് ബേക്ക് മാപ്പ് പറഞ്ഞാൽ ഇത് കിട്ടും. ഈ ബേക്ക് മാപ്പിൽ നമുക്ക് എന്താ ചെയ്യണം? നോർമൽ പറഞ്ഞാൽ അതിൻ്റെ നോർമൽ പാരാമീറ്റേഴ്സ് ഒന്ന് ടിക്ക് അടിക്കുക. ഇവിടെ എല്ലാം ടിക്ക് അടിക്കണം. ടിക്ക് അടിച്ച ശേഷം നമുക്ക് എല്ലാം കിട്ടും. ഓക്കെ. പിന്നെ ഈ ആംബിയൻ്റ് അക്ലൂഷൻ, ഈ ആംബിയൻ്റ് അക്ലൂഷനിൽ താഴെ ഒരു ഇതുണ്ട്. ഇത് കണ്ട നെവർ ഇത് നമ്മൾക്ക് ഓൾവേസ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഓൾവേസ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതെല്ലാം ഡീഫോൾട്ട്. ഇഗ്നോർ ബാക്ക് ഫേസ് നെവറാണ് കിടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾക്ക് ഓൾവേസ് കൊടുക്കണം. ഓൾവേസ് ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഡീഫോൾട്ടായിട്ട് കയറി വരും. അപ്പോൾ കർവേച്ചർ പറഞ്ഞിട്ട് ഒരു ടെക്സ്ചർ ഉണ്ട്, പൊസിഷൻ ടെക്സ്ചർ ഉണ്ട്, തിക്നെസ് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ആംബിയൻ്റ് അക്ലൂഷൻ. ഈ ആംബിയൻ്റ് അക്ലൂഷനിൽ സൈഡിൽ നമുക്ക് ഈ ഇഗ്നോർ ബാക്ക് ഫേസ് നേരത്തെ നെവർ ഉണ്ടായിരുന്നു. അത് ഓൾവേസ് ചെയ്താൽ മതി. അത് ഒരെണ്ണം ചേഞ്ചസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ID സെയിം, ബോൾഡ് സ്പേസ് സെയിം, നോർമൽ സ്പേസ് സെയിം, ബാക്കിയെല്ലാം സെയിം. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ബേക്ക് ഓൾ ടെക്സ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ റീഡ് ആവുന്നുണ്ട് കണ്ട. ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നു കണ്ട. അപ്പോൾ ഇതാണ് ഇത്ര ടൈപ്പായിട്ട് അത് UV എടുക്കുന്നതാണ് നമ്മളുടെ സബ്സ്റ്റൻസ് പെയിൻറ്റ്. 21 നമുക്ക് ഇത് കിട്ടും, മാപ്പ് കിട്ടും കണ്ട. 21 ടൈപ്സ് ഓഫ് ടെക്സ്ചർ നമുക്ക് കിട്ടും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരു സ്ലോ പ്രോസസ്സാണ്. 14% കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാങ് ആയി പോകും. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് അത് ഇപ്പോൾ റീഡാവുന്നുണ്ട്. റീഡായിട്ട് ആദ്യം ചെയ്തത് ബോഡി നോർമൽ, ബോഡി വേൾഡ് സ്പേസ് നോർമൽ, പിന്നെ ബോഡി ID ചെയ്തിട്ടുണ്ട്, ബോഡി ആംബിയൻ്റ് അക്ലൂഷൻ ചെയ്തിട്ടുണ്ട്, ബോഡി കർവേച്ചർ, ബോഡി പൊസിഷൻ, ബോഡി തിക്നെസ്, ഹെഡ് നോർമൽ, ഹെഡ് അതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുന്ന കുറേ സമയമാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫിക് കാർഡും കൂടി കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴെ കാണിക്കുന്നുണ്ട് ഈ കോച്ച് ഡിസ്ക് യൂസ് സ്പേസ് 83%. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വി ഹാവ് ടു വെയിറ്റ്. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. വി കൻ ക്ലോസ് ദ മായ. അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്താലേ കുറേ സ്പേസ് കിട്ടും. അപ്പോൾ റെക്കോർഡിങ് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു. ഞാനത് 5 tool ആക്കി. 5 tool പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കുറവായിരിക്കും. കണ്ട. ഇപ്പോൾ ഏകദേശം 100% തീരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഈ CPU ഗ്രാഫിക്സ് കാർഡ് അനുസരിച്ചിട്ട് ലാപ്ടോപ്പിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് സെറ്റിങ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഹാങ് ആവും. ആയി നേരത്തെ 14 സ്റ്റക്കായി. അപ്പോൾ 2K എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ കൂടുതലായിട്ട് വേണം. ഞാനത് പെട്ടെന്ന് പോയി 5 tool ആക്കി. 5 tool ആക്കിയ ശേഷം എല്ലാം കിട്ടി. അപ്പോൾ ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റെഡിയായി. ഈ ഒരു ക്യാരക്ടർ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി റെഡിയായി. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാം, എങ്ങനെ